Hello everyone, welcome to English Light. ഇന്ന് നമ്മൾ auxiliary verbs എന്താണെന്നാണ് പഠിക്കാൻ പോകുന്നത്. നോർമലി എല്ലാവർക്കും തന്നെ auxiliary verbs എന്താണെന്ന് അറിയായിരിക്കും കേട്ടോ. കാരണം നമ്മൾ നോർമൽ സെന്റൻസുകളിൽ ഹെൽപ്പ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന വെർബുകളെയാണ് നമ്മൾ auxiliary verbs എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെ നമ്മൾ ഹെൽപ്പിംഗ് verbs എന്ന് പറയാറുണ്ട്. ബിക്കോസ് ഇറ്റ് ഈസ് നമ്മളെ ഒരു സെൻറ്റൻസിനെ എഴുതാൻ സഹായിക്കുന്ന അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ഈ പറയുന്ന ഹെൽപ്പിംഗ് വേർബ്സ് അല്ലെങ്കിൽ ഓക്സിലറി വേർബ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യത്തെ 3 വ്യക്തികളെ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോവാണ്. ദേ ആർ, ഈസ്, ആം, ആർ. അപ്പോൾ അവർ എന്താണ്, എന്തൊക്കെയാണ് അവരുടെ ഫങ്ഷൻസ് എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഈസ്, ആം, ആർ എന്ന് പറയുന്നത് ആണ് എന്നുള്ളൊരു മീനിങ് കൊടുക്കാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ നോർമലി പറയാറില്ലേ, അവനൊരു ടീച്ചറാണ്, അവളൊരു ഡോക്ടറാണ്, ഞാനൊരു എൻജിനീയർ ആണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഈ ആണ് എന്നുള്ള മീനിങ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈസ്, ആം, ആർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നോർമലി നിങ്ങൾ ചിന്തിക്കും, നമുക്ക് മലയാളത്തിലാണെങ്കിൽ ആണ് എന്ന ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മതി. അത് ഇംഗ്ലീഷിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോഴോ ഈസ്, ആം, ആർ എന്നിങ്ങനെ 3 വേർബ്സ് ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെ ആരുടെ കൂടെയാണ് നമ്മൾ ചേർക്കേണ്ടതെന്നുള്ള കൺഫ്യൂഷൻ എല്ലാവർക്കും തന്നെ പൊതുവേ ഉണ്ട്. അപ്പോൾ അതിന് നമുക്ക് 7 സബ്ജക്ട്സ് ഉണ്ടല്ലേ. ഏതൊക്കെയാണത്? ഐ, യു, വി, ദേ, ഹി, ഷീ, ഇറ്റ്. ഇവയുടെ എല്ലാത്തിൻ്റെയും കൂടെ നമുക്ക് ഈസ്, ആം, ആർ യൂസ് ചെയ്യാൻ പറ്റില്ല. ഐയുടെ കൂടെ യൂസ് ചെയ്യുന്ന സബ്ജക്റ്റ് ഉണ്ട്, ഈസിൻ്റെ കൂടെ യൂസ് ചെയ്യുന്ന സബ്ജക്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ ആറിൻ്റെ കൂടെ യൂസ് ചെയ്യുന്ന സബ്ജക്റ്റും ഉണ്ട്. അപ്പോൾ ഇവർ ഏതൊക്കെയാണ് നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഐ എന്ന് പറയുന്നത് നമ്മൾ ആമിൻ്റെ കൂടെ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അവർ ഓൾറെഡി ജോയിൻ ചെയ്ത് പോയിട്ടുള്ളതാണ്. ഐ ആം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനാണ്. ഐ ആം ആൻ എൻജിനീയർ, ഞാനൊരു എൻജിനീയർ ആണ്. ഇനി അതേസമയം ഹി, ഷീ, ഇറ്റ് ഇവരുടെ കൂടെയാണ് നമ്മൾ ഈസിനെ ചേർക്കുന്നത്. ഹി ഈസ് എ ടീച്ചർ, ഷീ ഈസ് എ ടീച്ചർ. ഓക്കെ, ഇല്ലെങ്കിൽ ഇറ്റ് ഈസ് എ മൊബൈൽ ഫോൺ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി അതേസമയം നമ്മൾ ആറ് ചേർക്കുന്നത് പ്ലൂറൽ ഫോംസിൻ്റെ കൂടെയാണ്. അതായത് അവർ, ഞങ്ങൾ, നിങ്ങൾ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട്. യു, വി, ദേയുടെ കൂടെയാണ് നമ്മൾ ആറ് ചേർക്കുന്നത്. യു ആർ ഡോക്ടേഴ്സ്, നിങ്ങൾ ഡോക്ടേഴ്സ് ആണ്. ദേ ആർ സിംഗേഴ്സ്, അവർ പാട്ടുകാരാണ്. ഓക്കെ, അപ്പോൾ ഇത്തരം ബഹുവചനത്തെ സൂചിപ്പിക്കാനാണ് നമ്മൾ ആർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വന്നിട്ടുണ്ടാവും, യു എന്ന് പറയുന്നത് നീ എന്നല്ലേ മീനിങ് വരുന്നതെന്ന്. യൂഷ്വലി യു എന്ന് പറയുന്നത് നീ അല്ലെങ്കിൽ നിങ്ങൾ, ഒരാൾ ഇല്ലെങ്കിൽ 2 വ്യക്തിയെ സൂചിപ്പിക്കാനാണ് നമ്മൾ യു യൂസ് ചെയ്യുന്നത്. ആക്ച്വലി അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ പ്ലൂറൽ ഫോമിലാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ പ്രസൻ്റ്ലി വരുന്ന കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈസ്, ആം, ആർ യൂസ് ചെയ്യുന്നതെന്ന് ഇപ്പോൾ ക്ലിയർ ആയല്ലോ. സോ ഈസ്, ആം, ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണ് എന്ന മീനിങ് ആണ് തരുന്നത്. അതുപോലെ തന്നെ നമ്മളത് പ്രസൻ്റ്ലി ആണ് യൂസ് ചെയ്യുന്നത്. താങ്ക് യു.